തെരഞ്ഞെടുപ്പ് ചൂടിന്റെ പരിസമാപ്തിയിൽ നാളെ ജനവിധി അറിയാം. പാർലമെന്റ് കവാടം കടക്കുന്നത് ആരെങ്കിലും വയനാട്ടുകാരുടെ വർഷങ്ങളുടെ തീരാത്ത ദുരിത ജീവിതങ്ങളെ അത് കാണാതെ പോകരുത്. പോളിംഗ് ശതമാനത്തിലെ കുറവിന്റെ പിന്നിലെന്തെന്ന് മുന്നണികളുടെ പഠനങ്ങളിൽ ഉത്തരം ലഭിക്കില്ലെങ്കിലും പറഞ്ഞുമടുത്ത ജനതയുടെ നിസ്സഹായതയുടെ നേർചിത്രമാണിതെന്ന് ചിന്തിക്കാതെ വയ്യ. ഇനിയും ഇവിടെ മാറ്റങ്ങളുടെ അലയൊലികൾ കേൾക്കാത്തവരുടെ ദീനരോധനങ്ങൾ നിറയുമ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ കണ്ണടച്ചിരുട്ടാക്കരുത്. വന്യമൃഗശല്യവും കടക്കണിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നിസ്സഹായത തീർക്കുന്ന നാടിന്റെ വിലാപങ്ങൾക്ക് അറുതിയില്ലാത്തതിന്റെ ഉത്തരവാദികൾ ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം ജീവനും കയ്യിൽ പിടിച്ച് ചുരം കടക്കേണ്ടി വരുന്ന മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. പാതിവഴിയിൽ ജീവൻ പൊലിഞ്ഞ അനേകം മനുഷ്യർക്ക് നീതി ലഭിക്കാത്ത സമൂഹത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നതും. അവഗണനയുടെ കൂമ്പാരത്തിൽ അനേകം മനുഷ്യരുടെ മുറവിളികൾക്ക് അറുതിയായേ മതിയാകും. കേരളം കണ്ട മഹാദുരന്തത്തിനിപ്പുറവും നഷ്ടങ്ങൾക്കുമേൽ അതിജീവനം സ്വപ്നം കാണുന്നവരെ ചേർത്തു പിടിക്കണം. വാഗ്ദാനങ്ങൾക്കപ്പുറം ഭൂമിയിൽ ഇനി ഒന്നും ബാക്കിയില്ലാത്തൊരു മനുഷ്യരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. കേന്ദ്രവും കേരളവും കൈകോർത്തൊരു ചേർത്ത് നിർത്തലിൽ ഒരു നാടിന് അത് ആശ്വാസമായേക്കും. പകരം വിഹിതത്തിന്റെ കണക്കിൽ തമ്മിൽ തല്ലി ഇനിയും പരീക്ഷണങ്ങളുടെ നാളുകൾ അവർക്ക് നൽകരുത്. യാത്രാ ദുരിതം തീർക്കുന്ന വികസന മുരടിപ്പിന്റെ നാളുകൾ ഈ നാട്ടുകാരെ ഭൂതകാലത്തിലേക്ക് തിരികെ നടത്തുകയാണ്. ബദൽ യാത്രാമാർഗങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുമ്പോൾ നൂറ്റാണ്ടുകൾ അത് കടന്നുപോയിക്കൊണ്ടേയിരിക്കും. പരിഹാരങ്ങൾക്കപ്പുറം തിരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങളിൽ തീരുമ്പോൾ പ്രതീക്ഷയുടെ അവസാന കണികയ്ക്കായി കാത്തു നിൽക്കുന്നവരെയെങ്കിലും നിരാശരാക്കരുത്. മറ്റൊരു ജില്ലയ്ക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത കാലവും കടന്ന് വയനാട് മുന്നോട്ടു പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ചർച്ചയാകേണ്ട ജീവൽ പ്രശ്നങ്ങൾ പലതും മറഞ്ഞു പോകുമ്പോൾ എത്തിനോക്കാത്ത വികസനവും കാത്ത് വയനാട്ടിലെ സാധാരണക്കാർ കാത്തിരിക്കുകയാണ്. അവരുടെ ശബ്ദമാകേണ്ടവർ മൗനത്തിലാകുമ്പോൾ ആ ജനതയിൽ ഇനിയൊരു പ്രതിഷേധ ജ്വാലയ്ക്കുള്ള കനലുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ നീതിക്കായുള്ള മനുഷ്യരാശിയുടെ പോരാട്ടങ്ങൾ അതെക്കാലവും തുടരുമെന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.